ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്രെഡ് സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ നാവെളുക്കും. അതായത് പിച്ചിക്കീറി ചിക്കി വറുത്ത കൊത്ത് ബ്രെഡ്, കൊത്ത് പൊറോട്ടയ്ക്ക് വരും ബ്രെഡ്. അപ്പോൾ അത് ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഇതുപോലെ മിക്സിയിലല്ല കേട്ടോ, കൈകൊണ്ട് തന്നെയാണ് നല്ലോണം ഇങ്ങനെ നീളത്തിലിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബ്രെഡ് ഞാനൊരു 6 പീസ് ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചിക്കൻ വേവിച്ചില്ലേ, ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച ആ എണ്ണയിലിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് സ്ക്രാമ്പിൾഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അധികം നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകണ്ട, ചെറുതായിട്ടൊന്ന് ഒരു വാടി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെയില്ലേ വേറൊരു കാര്യം, ഇന്ന് ഞങ്ങൾക്ക് കിറ്റ് കിട്ടി നമ്മുടെ കണ്ണമാലി പോലീസിൻ്റെയും പിന്നെ കൊടുങ്ങല്ലൂർ ആലുവ സ്നേഹതീരം സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും മനുഷ്യത്വം എപ്പോഴും എവിടെയുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഞാനതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ആ എണ്ണയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയെല്ലാം ആ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ബ്രെഡില്ലേ, അപ്പോൾ ആ ബ്രെഡ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വേറെ എരിവിനായിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം കണ്ടല്ലോ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കൊച്ചിന് കഴിക്കാനുള്ളതുകൊണ്ടാണ് വേറെ പൊടികളൊന്നും ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ ബ്രെഡും ചിക്കൻ കറിയും കൂടി കഴിച്ചാൽ പോരെ, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടണമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, സാധാ ഒരു ബ്രെഡ് കഴിക്കണതും ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കണതും വ്യത്യാസമില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. കാരണം ആ ചിക്കൻ്റെ ആ നെയ്യിലും എണ്ണയിലൊക്കെ ഇടുന്ന് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അതായത് കൊത്ത് പൊറോട്ടയുടെ വേറൊരു വിഭാഗം ഒന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.